Yes, good morning. Yes. Good morning, Aishwarya. Juberia, good morning. Eugene, good morning. Start here. The reaction letter. Let us start. Yes. Unmute it. Why there is no reaction? Let us start. Start here, sir. Okay. ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്ന് പറഞ്ഞ്? കഴിഞ്ഞ ക്ലാസ്സിൽ മൂവിയുടെ റിവ്യൂ പറയാത്തവർക്ക് ഒരു ചാൻസ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ മൂവിയുടെ റിവ്യൂ പറയാത്തവർക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ചാൻസ് ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. പറഞ്ഞവർക്ക് പറയാട്ടോ, അവർക്ക് സെക്കൻഡ് മൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, ഒരു ആരാണ് ആദ്യം വരുന്നത്? യെസ്, ഹു ഈസ് കമ്മിങ് ഫസ്റ്റ്? ആദ്യം വരുന്ന ആളാണ് ധൈര്യശാലിയുടെ. ധൈര്യവാൻ, ധൈര്യശാലി ആദ്യം വരുന്ന ആളാണ്. യെസ്, ഹു ഈസ് കമ്മിങ് ഫസ്റ്റ്? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഞാനിങ്ങനെ വെറുതെ ഇവിടുന്ന് പറയാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഐശ്വര്യ, ആരും വരുന്നില്ലല്ലോ. യെസ്, എല്ലാവരും ചിരിച്ചുകൊണ്ടിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ പിന്നീട് ആലോചിക്കുമ്പോൾ അത് അന്നൊക്കെ കുറച്ചൊക്കെ പറയായിരുന്നു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇവിടെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ പറയാൻ പറ്റിയൊരു വേദി ഉണ്ടായിരുന്നു. അതൊന്നും പറയായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഞാൻ ഡെവലപ്പ് ആയി ചിന്തിക്കും. ആദ്യം മുഹമ്മദാണ് റെഡിയാന്ന് പറയാൻ. വെറുതെ വന്നു പോയതാണല്ലേ? യെസ്. Yes, who is ready first? Yes, who is ready first? മുപ്പത്തിയഞ്ച് പേരുണ്ട്. 36 പേരോളുണ്ട്. അത് എന്നിട്ട് ആരും വരുന്നില്ല. എന്ത് വേണം? യെസ്, നിങ്ങളിത് നേരത്തെ എഴുതി വെക്കുമ്പോൾ ഇപ്പൊ ആലോചിച്ച് പറഞ്ഞാൽ മതി. അതായത് നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമ, ആ സിനിമയെ കുറിച്ച് നിങ്ങൾ ഒന്ന് പറയാം. അതിന്റെ കഥ, അല്ലെങ്കിൽ ആരാണ് ആ സിനിമയിൽ അഭിനയിച്ചത്, അല്ലെങ്കിൽ ആരൊക്കെയുണ്ട്, കഥ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ, അതിനെക്കുറിച്ച് 1-2 വാചകം പറയാം, അത്രേ ഉള്ളൂ. ദ ഫേവറേറ്റ് ഫിലിം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട
ഒരു സിനിമയെ കുറിച്ച് നിങ്ങൾ 2 വാക്ക് പറയുന്നു. യെസ്. എന്റെ മക്കളെ ആരെങ്കിലും ഒരാൾ വാ. എത്ര നേരം ഞാനിത് തന്നെ പറയണേ. Sir, I am ready. യെസ് യെസ്. ഇപ്പൊ മേഘ വന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയാം. Ah, കാരണം മേഘ വിചാരിച്ചിരുന്നു കുറെ നേരമായില്ല സാറ് ആരെങ്കിലും ഇത് ആരും വരുന്നു. അല്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയി കയറി, അപ്പൊ എന്താ സംഭവം അറിയില്ലായിരുന്നു. അതാ. ഓക്കെ 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 ഓക്കെ. റെഡി. അപ്പൊ മേഘ. ഇവിടെ ഭയങ്കര മഴയാ സാറേ, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല പറയുന്നത്. മഴയാണോ? ഇവിടെ ഭയങ്കരമായ മഴയാ. ഓക്കെ. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് അതിന്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മേഘ, Yes, sir. can you speak about a film that you have seen? കണ്ടതിനെ കുറിച്ച് 2 വാക്ക്. ഓക്കെ. Okay. My favorite film is Sopnakood. ഓക്കെ. Okay. The hero of this film is Prithviraj, Kunjaka Boban, and Jayasurya. ഓക്കെ. And heroine of this film is Meera Jasmine and Bhavana. ഓക്കെ. My favorite film is the song of this film is very interesting ഓക്കെ. and beautiful songs. ഓക്കെ. The story telling the journey of 3 friends ഓക്കെ. are Kunyunye, Deepu, and Ashtamurthy. ഓക്കെ. There are living at the living at a house of Kamalas and Padmas. ഓക്കെ. അതായത് റൂമിൽ താമസിക്കാൻ വരുന്നത്. ഓക്കെ. നോ പ്രോബ്ലം, പറഞ്ഞോളൂ. ഓക്കെ. ആൻഡ് ഓക്കെ. പിന്നെ കമല ഈസ് വെരി ബ്യൂട്ടിഫുൾ ഗേൾ, ബ്യൂട്ടിഫുൾ ലേഡി. ഓക്കെ. പിന്നെ എന്താണ്, ആൻഡ് കുഞ്ഞൂന്, ദീപു ആൻഡ് അഷ്ടമൂർത്തി try to win the affection of Kamala. ഓക്കെ. കമലേനെ ലവ് ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ ആൻഡ് ദെയർ ഫൈറ്റ്, അവിടെ കുറെ ഫൈറ്റ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഓക്കെ. ഫൈനലി കുഞ്ഞുഞ്ഞ് ലവ്സ് കമല. ഓക്കെ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഇല്ല. ഒരു ചോദ്യം. You told me that the song of the film was very interesting. The song of the film was very interesting. Do you remember the first line of the song? ഒരു ലൈൻ അറിയാം. പറയണ്ട, പാടിയാ മതി. അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. I like the last song of this film. Favorite song of this film is മറക്കാം എല്ലാം മറക്കാം നിനക്ക എല്ലാം മറക്കാം. അത്രേ അറിയുള്ളൂ. അത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. 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 നിഷ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. യെസ്, ഐശ്വര്യ. വെരി ഗുഡ്, വെരി ഗുഡ്. Who is next? Thank you, sir. Welcome. Who is next? Jubaria, are you ready? Yes. Who is next? അടുത്ത ആള് വരൂ. എത്ര സമയമായി ഞാൻ ചോദിക്കണേ. Nobody is coming forward. Yes. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചതല്ലേ മറ്റേ ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ് എന്ന് പറഞ്ഞൊരു ചോദ്യം. അത് ചോദിച്ചതാണോ? ഹലോ. യെസ്.
അത് ചോദിച്ചതാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കാം. യെസ്, ആ ചോദ്യം ചോദിക്കുന്ന ഒരാളോടല്ല, എല്ലാവരോടും ഒരു വിഷയമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഐശ്വര്യ ശിവദാസ്, യു കം. യെസ് സർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഐശ്വര്യക്കാണ് കുറച്ച് ധൈര്യമുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഏറ്റവും അവസാനം കരഞ്ഞ ദിവസം ഏതാണെന്ന് ചോദ്യം ചോദിച്ചു. അന്ന് നിങ്ങൾ അതിന്റെ മറുപടിയൊക്കെ പറഞ്ഞ. ഓക്കെ, അപ്പൊ ഐശ്വര്യക്ക് ഉണ്ടാവും ധാരാളം സുഹൃത്തുക്കളുണ്ടാവും. ആ ധാരാളം, ഈ ചോദ്യം ഒരാളോടല്ല കേട്ടോ, എല്ലാവരോടും കൂടിയാണ്. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും ഐശ്വര്യക്ക്. അപ്പൊ നമ്മളിപ്പോ പറയുന്ന ഒരു 150 സുഹൃത്തുക്കളുണ്ട്. ആ 150 സുഹൃത്തുക്കളിലും കാണുമ്പോൾ സംസാരിക്കുന്നവരുണ്ട്, കണ്ടില്ല എങ്കിൽ അന്വേഷിച്ചു പോകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വേർതിരിച്ചു വരുമ്പോ ഒരു 10ഓ 15ഓ പേര് ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. അപ്പൊ 150 പേരിൽ ക്ലോസ് ഫ്രണ്ട്. അതിൽ തന്നെ ചിലപ്പോൾ 2ഓ 3ഓ പേര് വളരെ ചങ്കായിട്ടുള്ള ഫ്രണ്ട് ഉണ്ടാവും. അതിലും ചിലപ്പോ ഒരാള് ചിലപ്പോ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടാവും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അയാളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ അദ്ദേഹത്തെ കാണുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിലോ ആ കുട്ടിയിലോ കാണുന്ന ക്വാളിറ്റി എന്താണ്? വൈ ഡിഡ് യു സെലക്ട് ഹിം ഓർ ഹെർ ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്? അപ്പൊ ഈ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള 28 പേർക്ക് സമയം കിട്ടുകയാണ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? അപ്പൊ നിങ്ങൾക്ക് പറയാം, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ഷിഫ്ന, because Shifna is very innocent girl and she is my classmate. We studied from standard 1 to standard 10 together. ഞങ്ങൾ 1 മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു. So we are very close. She is my chunk friend. അവളാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. She knows everything about me. എന്നെ കുറിച്ചുള്ളതെല്ലാം അവൾക്കറിയാം. I know all about her. അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കും അറിയാം. സോ വി വെർ സച്ച് എ ക്ലോസ് ഫ്രണ്ട്. നമുക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ പറയാം, മൈ ക്ലോസ് ഫ്രണ്ട് ഈസ് ബാബു, ബിക്കോസ് ഹി ഈസ് എ ഡെഡിക്കേറ്റഡ് മാൻ, ഹി ഈസ് എ സർവീസ് മൈൻഡഡ് മാൻ, ആൻഡ് ഹി ഹെൽപ്ഡ് മീ ഇൻ ടൈം. ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ ഹി ഹെൽപ്ഡ് മീ. ഫ്രം ദാറ്റ് ടൈം ഓൺവേഴ്സ് വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അങ്ങനെ നിങ്ങളെ ഫ്രണ്ട് ആരാണ്, ആ ഫ്രണ്ടിന്റെ പേര്, ആ ഫ്രണ്ടിനെ നിങ്ങൾ എന്തുകൊണ്ട് ഫ്രണ്ടാക്കി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഐശ്വര്യക്കാണ് കുറച്ച് സമയം കിട്ടുന്നത്, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ധാരാളം സമയം കിട്ടുന്നുണ്ട്. ഐശ്വര്യ, പറയാം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആ ധൈര്യത്തിൽ അഭിനന്ദനം. അപ്പൊ ഐശ്വര്യക്ക് സപ്പോർട്ട് കൊടുക്കും. കാരണം വെച്ചാൽ ആദ്യം പറഞ്ഞപ്പോ തന്നെ ഓക്കെ പിന്മാറിയില്ല, ഓക്കെ ഞാൻ റെഡി എന്ന് പറഞ്ഞില്ലേ. വെരി ഗുഡ്. യെസ്. Ashwati is my best friend. Okay. I met her when I was in 12th standard. Okay. But at that time, we are not good friends. Just a classmate. Okay. But we were in college. Okay. Again, we are classmates, and we become close friends. Okay. The reason why I selected her as my best friend. Okay. She's very open-minded and trustworthy. Okay. Trustworthy, that's a good word. Okay. Then she stands with me. Okay. In all my situations, whether it is good or bad. Okay. Then also, she is a humorous person also. Okay. Then that's all, sir. പറയാൻ വാക്കുകളുണ്ട്, പക്ഷെ അത് വൊക്കാബുലറി ഇല്ലാത്ത തന്നെ കിട്ടണില്ല. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഇനി അത് വീട്ടിൽ നിന്നും ശരിയാക്കി നോക്കാം. ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോ പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം, നമുക്ക് പറയണ്ടേ? ടെൽ സംതിങ് അബൌട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റണ്ടേ? ഓക്കെ ഓക്കെ.
ഓക്കെ ഓക്കെ ഇനി വെയിറ്റ് ചെയ്ത് പറഞ്ഞു നോക്കാം. ഓക്കെ വെരി വെറുതെ ഇരിക്കുമ്പോൾ പറഞ്ഞു നോക്കാം. അപ്പൊ റെഡിയാവും. അപ്പൊ മെഹബിനി ഓക്കെ കമോൺ. Okay. ഓക്കെ യെസ് പറഞ്ഞോളൂ. My best friend is Adira. യെസ് She is very innocent girl. ഓക്കെ Uh, uh, we studies about college. ഓക്കെ College. And അതെ സാർ, ഞാൻ പിന്നെ പറയാം. നാളെ പറഞ്ഞ പോലെ. യെസ് ഓക്കെ 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 ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടൊക്കെ ഒന്ന്. പ്രിപ്പയർ ചെയ്ത് പറയാനല്ലേ? ആ. പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ പറയുമ്പോഴുണ്ടല്ല, ഇപ്പൊ പറയുന്നത് നിങ്ങളുടെ കഴിവാണ്. കാരണം എന്താ വെച്ചാല് Okay. നിങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല, കയ്യിലിരിക്കുന്ന ആ വെടിമരുന്ന് ഉപയോഗിച്ചാണ് പറയണം. ഇപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡ്. ഓക്കെ, ആ പെട്ടെന്നുള്ള നിമിഷത്തിൽ നമുക്ക് ക്വിക്കായി തീരുമാനം എടുക്കാൻ പറ്റണം. ഓക്കെ യെസ്. ഞാൻ പറയാം. ആരാണ് അടുത്താണ്? ഞാൻ പറയാം. നിഷ അജോ. വെരി ഗുഡ്, പറഞ്ഞോ നിഷ. My best friend is Rindu Salim. Okay. She is a special educator, working as a special educator. Okay. And actually, I have started my friendship with her after my marriage, because my husband's neighbor is actually, she's my husband's house neighbor. Okay. So I met her before. I have started my friendship with after my marriage. Okay, then she knows everything about me, and I know everything about her. Okay. And in my any situation, at my any situation, I can call her and contact her. If she is in busy, but she would take my phone call and contact with me. Okay. And especially, I can say one thing, in my financial situation, she helped me a lot, very very much. Okay. um, and I like my friend as my sister. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്കൊരു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളും ഒരുപാട് ആളുകളുടെ സുഹൃത്തായിരിക്കും. എപ്പോഴും സുഹൃത്തുക്കള് നമ്മളോട് അവര് സ്നേഹമായിരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം പിന്നീട് നമ്മൾ അവരുമായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളൊന്നും വിളിച്ചു പറയരുത്. അത് നമ്മുടെ ഒരു മര്യാദയാണ്. അതൊരിക്കലും പറയാൻ പാടില്ല. സ്നേഹമായിരിക്കും നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഒരിക്കലും നമ്മള് ശത്രുവായി കഴിഞ്ഞാൽ പറയരുത്. ഓക്കെ, അതാണ് നമ്മുടെ ക്വാളിറ്റിയാണ്. അത് നമ്മുടെ ക്വാളിറ്റിയാണ്. ഓക്കെ 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 ഓക്കെ. സോ നിഷ ഈസ് ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ആരാണ്? Thank you, sir. ഓക്കെ 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 യെസ്. ആതിര ദീപു റെഡിയാണോ? യെസ്. ശ്രുതി സമിത്. യെസ്. ഇത് വളരെ കഷ്ടമുണ്ട്. നിങ്ങൾ ആരും ഒന്നും മുന്നോട്ട് വരാതെ. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് 2 വാചകം പറയാനായിട്ട്, അറ്റ്ലീസ്റ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ആള് ഇത് പറയാൻ. എനിക്ക് തോന്നി ഇനി ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ആരെങ്കിലും ഒരാൾ പറഞ്ഞ് വേറെ ആൾക്കാരെ വേറെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അപ്പൊ ഞാനല്ല അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? യെസ്. യുവർ ബെസ്റ്റ് ഫ്രണ്ട്. Who is your best friend? Tell something about your best friend. Yes. അടുത്തത് ഐശ്വര്യ. ഓക്കെ. ഓക്കെ സുധി. ഓക്കെ 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 ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ടൈം യു വിൽ ഗെറ്റ് ദ ചാൻസ്. ഓക്കെ സുധി. ഓക്കെ 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 യെസ്. പറയൂ. എന്താ ആരും വരാത്ത? അല്ലെങ്കിൽ മൊബൈൽ ഓൺ ആക്കി വെച്ചിട്ട് പോയേക്കാണ്. യെസ്. എനിബഡി?
നോബഡി. ഓക്കെ, നമുക്ക് പാസീവ് വോയിസിലോട്ട് തന്നെ മടങ്ങി പോവാം. യെസ്. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് ചർച്ച ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ആരും ആരെയും കളിയാക്കുന്നൊന്നുമില്ലല്ലോ. അവിടെ പറയാനായിട്ടുള്ളൊരു മനസ്സെല്ലാവരും കാണിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തുക. അപ്പൊ അത് പറയാൻ പറ്റുമോ? അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ഇംഗ്ലീഷിലൊന്ന് സംസാരിക്കണ്ടേ? ഇത് ക്ലാസ് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷുകാരോടെങ്കിലും സംസാരിക്കണ്ടേ, പറയണ്ടേ? അപ്പൊ അതിനൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. നിങ്ങൾ ആരും കുറച്ചു പേരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ വൈമുഖ്യം പ്രകടിപ്പിച്ചേക്കുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. വി വിൽ സപ്പോർട്ട്. സോ യു കം. ഓ അഭിനന്ദ, അവിടെ മഴയാണ്, ഒന്നും കേൾക്കാൻ പറ്റണില്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് നമ്മള് അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടരും. അപ്പോ ഐശ്വര്യനെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവരും അറിയിക്കുക. അതായത് ടെൽ സംതിങ് അബൌട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, സം വേർഡ്സ് ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച്. അപ്പൊ ഐശ്വര്യക്കും ഒരു ചാൻസ് കൂടി തരാം. കാരണം ഐശ്വര്യയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് മുഴുവൻ പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് യു വിൽ ആൾസോ ഗെറ്റ് എ ചാൻസ് വൺസ് അഗെയിൻ. ഒരു ചാൻസ് വീണ്ടും കിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ ഇനി പാസീവ് വോയിസിലോട്ട് മടങ്ങി. ആരും വരാത്തതുകൊണ്ട് ഞാൻ പാസീവ് വോയിസിലോട്ട് മടങ്ങി വരും. ഓക്കെ, ഐ കം ബാക്ക് ടു പാസീവ് വോയിസ്. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരെയുള്ള സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസും വരെ പറഞ്ഞു നിർത്തി. ഓബ്ജക്റ്റ് ആദ്യം എഴുതുക, വാസ് അല്ലെങ്കിൽ വേറെ എഴുതുക, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ നിങ്ങളത് മറന്നു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ എളുപ്പമുള്ള ഒരെണ്ണം ആദ്യം ഞാൻ പറയാണ്. നിങ്ങൾ ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളത് പറയാം. ഒരു വാചകം എഴുതിക്കോളൂ. I sold SOLD. I sold my car. I sold my car. I sold my car. അതിന്റെ പാസീവ് വോയിസ് എന്ന് പറഞ്ഞേ. I sold my car. My car was sold By me. ഓക്കെ ഓക്കെ, ശരിയാണ്. അടുത്ത ആള് അത് എഴുതിക്കോട്ടെ. Car was sold by me. ആ, കാർ എന്നുള്ളത് അപ്പം മൈ എന്നുള്ള വാക്കോടെ ബാലൻസ് വരും. മൈ കാർ എന്നെടുക്കും. മൈ കാർ. Yes, my car was sold by me. Okay, ശരിയാണ്, ആൻസർ ശരിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾ മറന്നുപോയി ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതാണ്. അടുത്ത സെന്റൻസ് പറയാം. അടുത്ത they did not receive receive the parcel, PARCEL, parcel. They did not receive receive the parcel, PARCEL. Okay, എഴുതിക്കോളൂ. The parcel was not received by them. ഓക്കെ ശരിയാണ്. അടുത്താണ് എഴുതിക്കോളൂ. The parcel was not received by them. ഓക്കെ ശരിയാണ്. രണ്ടുപേര്. അടുത്ത ആള്.
യെസ്. അടുത്ത രണ്ടുപേരെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. Sir, the parcel was not received by them. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആദിൽ മുഹമ്മദ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് യെസ്, 3 പേരായി. അടുത്തത് അഭിനന്ദ എഴുതിയിട്ടുണ്ട്. പാഴ്സൽ വാസ് നോട്ട് റിസീവ്ഡ് ആയിട്ട്. അഭിനന്ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് റിസീവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിസീവ്ഡ്. ഓക്കെ, യെസ്. അടുത്ത ആള് നെക്സ്റ്റ്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എഴുതുക. യെസ്, എവിടെ റിയാക്ഷൻ വളരെ കുറവാണല്ലോ. യെസ്, ഞാൻ അടുത്ത വാചകം പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ ദ പാഴ്സൽ വാസ് നോട്ട് റിസീവ്ഡ് ബൈ ദം. അടുത്തത് ഡിഡ് യു believe believe them them question mark. Did you believe them? നിങ്ങൾ അവരെ വിശ്വസിച്ചോ? Did you believe them? BELIEVE believe them them. ക്വസ്റ്റ്യൻ ഫോം അല്ലേ സാറേ? ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, നിഷ ക്വസ്റ്റ്യൻ ആണ്. Were they believed by you? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഓക്കെ, യെസ്. മറ്റുള്ളവരും ചെയ്യാം. ഇതൊരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഡിഡ് നോട്ട് നെഗറ്റീവ് ആയിരുന്നു. ഈസ് എ ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു ബിലീവ് ദം? എന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. യെസ്. റംലിത ചോദ്യമായില്ല, ചോദ്യമാക്കണത്. ദേ ആദ്യം വരുമ്പോൾ ചോദ്യം വരില്ല, അത് സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. ഡു ഡിഡ് ഡസ് ഒക്കെ ആദ്യം വരുമ്പോഴാണ് അത് ചോദ്യമാവുന്നത്. ആ രീതിയിലൊന്നും ഇത് ചോദിക്കുക. അപ്പൊ ശരിയായി. കാരണം തന്നിരിക്കുന്ന വാചകം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എന്റെ പാസീവ് വോയിസും അതുപോലെ തന്നെയാണ്. ഓക്കെ 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 ഓക്കെ, സോറി. ഈ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന. ഓക്കെ, യെസ്. അടുത്ത ആള്. ഞാൻ ഇവിടെ ആൻസർ പറയാം, നോക്കുക. ഡിഡ് യു ബിലീവ് ദം? നിങ്ങൾ അവരെ വിശ്വസിച്ചോ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് ആദ്യം വന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ പാസീവ് വോയിസും ക്വസ്റ്റ്യൻ പോലെ തന്നെ ആവണം. നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ,
ദം ഓബ്ജക്റ്റ് ആണ്. അത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് മാറ്റുമ്പോൾ ദേ എന്നായി. ദേയുടെ കൂടെ വാസ് വരും, വേറെ വരും. അപ്പൊ ദേവർ. ബിലീവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ബിലീവ്ഡ്. അപ്പൊ ദേ വേർ ബിലീവ്ഡ്. നമുക്ക് ഇനി അതിന്റെ ചോദ്യമായിട്ട് മാറ്റേണ്ടതാണ്. അപ്പൊ വേർ എന്നുള്ളത് ആദ്യം പറയുക. അപ്പൊ എന്ത് വരും? വേർ ദേ ബിലീവ്. ഇതാണ് അതിന്റെ ആൻസർ. ഇത് ക്വസ്റ്റ്യൻ മാർക്ക്. ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ആ വെർബ് നമ്മൾ ആദ്യം പറഞ്ഞു. വേർ ദേ ബിലീവ്ഡ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Did you make food? FOOD. Did you make food? Did you make food? Did you make food? Was the food made by you? Very good. Okay. Was food made by you? Oh, okay. നേരത്തെ പറഞ്ഞ അതേ രീതി ചിന്തിക്കുക. ഓക്കെ സ്വാതി. ഓക്കെ, ശരിയാണ്. ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെടുത്ത് ആദ്യം പറയുക, അത്രേ ഉള്ളൂ. ഓക്സിലറി വെർബ് ആദ്യം പറയുന്നു. ഓക്കെ. യെസ്. അടുത്താരാണ്? Who is next? യെസ്. എഴുതി കാണിക്കുന്നത് Was food made by you? ഓക്കെ, ശരിയാണ്. യെസ്. അടുത്ത ആള്. യെസ്. റിയാക്ഷൻ വളരെ കുറവട്ടാ. ഇനി ഞാൻ കുറച്ചുകൂടി ചിന്തിച്ച് ചെയ്യേണ്ട ഒരു സാധനം പറയാം. നിങ്ങൾ ചെയ്തു നോക്കാം. പറ്റും, ചിന്തിച്ചാൽ മതി. അടുത്തത്. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ വായിക്കാം. ഡിഡ് യു മേക്ക് ഫുഡ്? വാസ് ദ ഫുഡ് മെയ്ഡ് ബൈ യു? ഓക്കെ, അല്ലെങ്കിൽ വാസ് ദ ഫുഡ് മെയ്ഡ്? അടുത്ത ചോദ്യം. ഡിഡിൻഡ്. DIDN'. Didn't. DIDN'. Didn't anybody, ANYBODY, anybody give, GIVE, give the food, FOOD. ഒന്നുകൂടി വായിക്കാം. Didn't anybody give the food? അപ്പൊ ഇത് ചോദ്യവുമാണ്, അതിനോടൊപ്പം തന്നെ നെഗറ്റീവുമാണ്. രണ്ടും കൂടിയാണ്. നേരത്തെ ഒന്നിനെങ്കിൽ ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇത് രണ്ടും കൂടിയാണ്. ഓക്കെ. Didn't anybody give the food? ഓക്കെ. Wasn't the food given by anybody? വെരി ഗുഡ്.
ഓക്കെ. നിഷ. ഇത്ര നേരം കണ്ടില്ലല്ലോ നിഷയൊക്കെ. Same answer തന്നെ സാറേ. Wasn't the food given by anybody? ഓക്കെ ഓക്കെ. യെസ്. സ്വാതി, ആദിൽ പറയൂ. യെസ്. Wasn't the food given by anybody? വെരി ഗുഡ്. കറക്റ്റ്. ശരിയാണ് സ്വാതി. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ ആൻസർ വാസ്. നേരത്തെ വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം പറഞ്ഞപ്പോ ഇതിനകത്ത് അത് വാസിന്റെ ആക്കിയാൽ മതി. ഡിഡ് ആദ്യം വന്നപ്പോ നമ്മൾ വാസ് ആദ്യം കൊടുത്തു, വേറെ ആദ്യം കൊടുത്തു. അപ്പൊ ഡിഡിന്റെ വന്നപ്പോ വാസിന്റെ ആദ്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. വാസിന്റ് ദ ഫുഡ് ഗിവൺ ബൈ എനിബഡി. വാസിന്റ് ദ ഫുഡ് ഗിവൺ ബൈ എനിബഡി. ഓക്കെ. ഇനി ഇതുപോലെയുള്ളവർ നോട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ നമുക്ക് അവസാനിപ്പിക്കാം. ഡിഡിന്റ് DIDN apostrophe T. Didn't anybody 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 ironed ironed the shirt 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 yesterday YESTERDAY. ഒന്നുകൂടി പറയാം. Didn't anybody 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 iron iron the shirt 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 yesterday. ആരെങ്കിലും ഇന്നലെ ഷർട്ട് തേച്ചോ തേച്ചില്ലേ എന്ന് ചോദിക്കുന്നത് ചോദ്യമാണ്. അതിനോടൊപ്പം തന്നെ നെഗറ്റീവുമാണ്. Wasn't the shirt ironed yesterday by anybody? ഓക്കെ. Wasn't the shirt ironed by anybody yesterday? ബൈ എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. യെസ്റ്റർഡേ കഴിഞ്ഞിട്ട് ബൈ കൊടുക്കാം നമുക്ക്. ഓക്കെ. ബൈ തുടങ്ങിയുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒമിറ്റ് ചെയ്യാവുന്നതാണ്, ഒഴിവാക്കാവുന്നതാണ് ഏജന്റ്. അപ്പൊ അതിന്റെ പേരിൽ ബൈ എന്നുള്ളത് ലാസ്റ്റ്. യെസ്. അടുത്താണ്. Wasn't the shirt ironed yesterday by anybody? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്താണ്. റംസിദ. ശരിയാണ്. വാഷിംഗ് ദ ഷർട്ട് അയേൺ എന്നുള്ളതിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. അയേൺഡ് IRONED ഫസ്റ്റ് പാർട്ടിസിപ്പിൾ കേട്ടോ. Wasn't the shirt ironed yesterday anybody? ഓക്കെ 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 ഓക്കെ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് എഴുതിയാൽ മതി. അപ്പോഴെനിക്ക് വേറെ ഒരാളെ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നത് എഴുതിക്കും. അപ്പൊ ഞാൻ തിരുത്തിക്കോളാം എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറയാം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എഴുതിയാൽ മതി. നിങ്ങളുടെ ശരിയാണ് എനിക്ക് വേണ്ടത്. യെസ്. അടുത്താണ്.
ഓക്കെ ഓക്കെ ഓക്കെ. എഴുതി കാണിക്കുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ട് ഞാൻ അടുത്തോട്ട് പോവുകയാണ്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടി ക്രോഡീകരിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് 2 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള സെന്റൻസുകളെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള സെന്റൻസുകളെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്തൊരു ടെൻസിലോട്ട് പോവാം. ആ ടെൻസിന്റെ പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ഭാവി, ഭാവി കാലം, വരാൻ പോകുന്ന കാലത്തെ കുറിച്ചാണ്, സംഗതിയെ കുറിച്ചിട്ടാണ് ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു സെന്റൻസ് കാണുമ്പോൾ അത് സിമ്പിൾ ഫ്യൂച്ചറിലുള്ള സെന്റൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സർ സിമ്പിൾ ഫ്യൂച്ചർ സാർ ഓൾറെഡി പറഞ്ഞിരുന്നു ആ ടെൻസ്. എവിടെ വരെ പറഞ്ഞായിരുന്നു? സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞാണോ? ആ സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞതാ. പറഞ്ഞ എന്റെ പാസീവ് വോയിസ് ആണ് പറയാത്തത് അല്ലേ? ഓക്കെ 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 ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞതാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അതിന്റെ പാസീവ് വോയിസിലോട്ട് കിടക്കാം. അതിന്റെ പാസീവ് വോയിസ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ വരെ പാസീവ് വോയിസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസിലോട്ട് കിടക്കുന്നത്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. I will read the book. അല്ലെങ്കിൽ I shall read the book. I shall read the book. Will or shall? അപ്പൊ I shall read the book. അങ്ങനെ പറയാം. I shall read the book. ഞാൻ എന്ത് വായിക്കും? പുസ്തകം വായിക്കും. അല്ലെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി പറയാം. വേറെ എളുപ്പത്തിലുള്ള സെന്റൻസ് പറയാം. ഈ റീഡ് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ സെയിം വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയാം. ഹി വിൽ ടേക്ക് ദ ബുക്ക് എന്നായിരിക്കും. ഹി വിൽ ടേക്ക് ദ ബുക്ക്. ഹി വിൽ ടേക്ക് ദ ബുക്ക്. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. പാസീവ് വോയിസ് എഴുതാൻ സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് എഴുതുക, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. PASSIVE, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ്. അപ്പൊ ഇതിക്കോ ആദ്യം ഓബ്ജക്റ്റ് തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ഇട്ടിട്ട് പ്ലസ് വിൽ ഓർ ഷാൽ. വില്ല് ഒരു സ്ലാഷ്, ഷാൽ, വിൽ ഓർ ഷാൽ. ഓബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് അത് കഴിഞ്ഞതിന് ശേഷം BE, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ആ വെർബിന്റെ ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവും. അപ്പം ഓബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് B പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് B പ്ലസ് വെർബ് ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. ഇനി നമുക്ക് ഇപ്പൊ എഴുതിയ വാചകത്തിലോട്ട് മടങ്ങി വരാം. ഹി വിൽ ടേക്ക് ദ ബുക്ക്. അവൻ ആ പുസ്തകം എടുക്കും. എന്തെടുക്കും? ആ പുസ്തകം. അതാണ് ഓബ്ജക്റ്റ്. അത് ആദ്യം എഴുതി, ദ ബുക്ക്. ഇനി വിൽ അല്ലെങ്കിൽ ഷാല്, വിൽ അത് എഴുതി. പിന്നെ എന്ത് വേണം? BE. അപ്പൊ ആൻസർ എന്ത് വരും? ദ ബുക്ക് വിൽ ബി. ഇനി ടേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ Taken. വെരി ഗുഡ്. ടേക്ക്, ടുക്ക്, ടേക്കൻ. അപ്പൊ ദ ബുക്ക് വിൽ ബി ടേക്കൻ. മുഴുവൻ പറയുകയാണെങ്കിൽ ദ ബുക്ക് വിൽ ടേക്കൻ ബൈ ഹിം. ഓക്കെ. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, ബി എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു,
അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് എഴുതുന്നതിന്റെ സ്ട്രക്ചറായിട്ട് മാറുന്നു. ഓക്കെ, വളരെ എളുപ്പത്തിലുള്ള ഒരു വാചകം ഞാൻ പറയാം, എഴുതിക്കോ. സംബടി, SOMEBODY, സംബടി will buy, BUY, will buy the car very soon. Somebody will buy the car very soon. Somebody will buy, BUY, buy the car very soon. ആരെങ്കിലും ഈ കാറ് വളരെ പെട്ടെന്ന് വാങ്ങും. എന്ത് വാങ്ങും? കാർ വാങ്ങും. അപ്പൊ എന്തെന്നുള്ളതിന്റെ ആൻസർ കിട്ടി, അതാണ് ഓബ്ജക്റ്റ്. ഈ ബാക്കി നിങ്ങൾ ചെയ്തോ. The car will be bought by somebody very soon. അപ്പൊ സംബടി എന്നുള്ളത് ലാസ്റ്റ് ചെയ്താൽ നമുക്ക് ഒഴിവാക്കാതെ വെരി സൂൺ ഇപ്പഴത്തേക്ക് കിട്ടും. യെസ്, ബൈ മുതലുള്ളത് ഏറ്റവും ഒടുവിൽ എഴുതിയാൽ മതി. ഓമിറ്റ് ദ ഏജന്റ് എന്ന് പറഞ്ഞ അത്ര നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ആ വെരി സൂൺ എന്നുള്ളത് അപ്പുറത്തേക്ക്. The car will be bought very soon by somebody. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, മറ്റുള്ളവരോട് പറഞ്ഞോളൂ. യെസ്, യെസ്, രണ്ടുപേര് പറഞ്ഞു. ബാക്കിയുള്ളവരെ മേഘ, ആദിൽ, ശ്രുതി, യെസ്, മനസ്സിലാവണമെങ്കിലല്ലോ. ഓക്കെ, ഓബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, ബി എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അടുത്ത വാചകം പറയാം. They will visit, VISIT, visit us, 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 after a week, WEEK, week. They will visit us after a week. അവര് ഒരു ആഴ്ചക്ക് ശേഷം ഞങ്ങളെ സന്ദർശിക്കും. They will visit us after a week. ഓക്കെ, പറഞ്ഞോളൂ. We will be visited. ഒന്നുകൂടി പറയാൻ ക്ലിയർ ആയില്ല. We will be visited after a week by them. ഓക്കെ, ഓക്കെ, ഓക്കെ. വിസിറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, We will be visited by them. അപ്പൊ അതിന്റെ അത് ആഫ്റ്റർ എ വീക്ക് പോയല്ലോ.
സൗദി ഓക്കെ. ഐശ്വര്യ ആഫ്റ്റർ എ വീക്ക് വന്നില്ല കേട്ടോ. വി വിൽ ബി വിസിറ്റഡ് ഉം. ആഫ്റ്റർ എ വീക്ക് ബൈ ദം അങ്ങനെയാണ് സർ. ഓക്കെ. വി ആകും അല്ലേ സാറേ? വി ആകും. വി ആവും. അത് നമ്മൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. ഐ എന്നാണെങ്കിൽ വി ആവുന്നു, വി ആണെങ്കിൽ ഐ ആവുന്നു. അസ് എന്നുള്ളത് വി ആവുന്നു, ദേ എന്നുള്ളത് ദം ആവുന്നു, ഹെയർ എന്നുള്ളത് ഷീ ആവുന്നു, ഹിം എന്നുള്ളത് ഹി ആവുന്നു. ഇത്രയും നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ സൈഡിലൊന്ന് കുറിച്ചിട്ടേക്കാം. ഐ മീ ആവുന്നു, ഐ ഹൈഫൺ മീ, വി ഹൈഫൺ us, we hyphen us, they hyphen them, he hyphen him, she hyphen her. യു എന്നുള്ളതിന് മാറ്റമില്ല, യു എന്നുള്ളത് യു തന്നെ വരുന്നു. ഓക്കെ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വരും? അവർ ആരെ സന്ദർശിക്കുന്നു? ഞങ്ങളെ. അല്ല, ആരെ അല്ലെങ്കിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് ഒബ്ജക്റ്റ്. അപ്പൊ ഞങ്ങളെ, അസ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അസ് എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയപ്പോ വി. വി വിൽ ബി അല്ലെങ്കിൽ വി ഷാൽ ബി വിസിറ്റഡ്, VISITED, വിസിറ്റഡ് ആഫ്റ്റർ എ വീക്ക് ബൈ ദം. അടുത്തത് someone, SOME, someone, ONE, one, will sing, SING, sing a song, 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 after, AFT, year, after a few, FEW, a few minutes, MINUTES, minutes. ഞാൻ ഒന്നുകൂടി വായിക്കാം. Someone will sing a song after a few minutes. ആരെങ്കിലും അല്പസമയത്തിന് ശേഷം ഒരു പാട്ട് പാടും. Someone will sing a song after a few minutes. A song shall be sung after a few minutes by someone. Okay, okay. Very good. Yes, ബാക്കിയുള്ളവര്. Yes, അടുത്ത ആള്. സിമ്പിൾ അല്ലേ? ഒബ്ജക്റ്റ് കണ്ടുപിടിക്കും. someone will sing a song after a few minutes. അല്പസമയത്തിന് ശേഷം ആരെങ്കിലും ഒരു പാട്ട് പാടും. എന്ത് പാടും? ഒരു പാട്ട്. എ സോങ്, അതാണ് ഒബ്ജക്റ്റ്. എ സോങ്. അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. ഇനി വില്ല് അല്ലെങ്കിൽ ഷാലിനെ നമ്മൾ വില്ല് ഉപയോഗിക്കും. അപ്പൊ എ സോങ് വിൽ എന്ത് വേണം? BE, ബി വിൽ ബി. എ സോങ് വിൽ ബി. സിംഗ് പാടുക. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? സങ്, SUNG, സങ്. അപ്പൊ എ സോങ് വിൽ ബി സങ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്. ഇത് മനസ്സിലാവാണിയുണ്ടോ ആർക്കെങ്കിലും? ഈ പ്രാവശ്യം ഒരാളല്ലേ പറഞ്ഞോളൂ.
സർ ഒന്നുകൂടി പറയൂ. ആ നോക്കൂ, someone will sing a song after a few minutes. ആരെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പാട്ട് പാടും. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചോ, ഇത്രേ ഉള്ളൂ. someone will sing a song, ആരെങ്കിലും ഒരു പാട്ട് പാടും, ഇത്രേ ഉള്ളൂ വിചാരിച്ചു. അപ്പൊ എന്ത് പാടും? എന്ത് പാടുക എന്നുള്ളത് ചോദിക്കുകയാണ്. എന്ത് പാടും? എ സോങ്, ഒരു പാട്ട് ആണ് ഒബ്ജക്റ്റ്. അപ്പൊ എ സോങ് നമുക്ക് കിട്ടി, ഒബ്ജക്റ്റ് കിട്ടി. ഇനി വില്ല് അല്ലെങ്കിൽ ഷാല്, നമ്മൾ വില്ല് ഉപയോഗിച്ചു. എ സോങ് വിൽ. ഇനി അടുത്ത് വേണം വില്ല് അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞാല് ബി വേണം, ബി ഇ ബി. പിന്നെ വേണ്ടത് എന്താണ്? വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. SING സിങ്, പാടുക. അതിന്റെ പാസ്റ്റ് ടെൻസ് SANG സാങ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ SUNG സങ്. സിങ്, സാങ്, സങ്, അങ്ങനെയാണ്. അപ്പൊ എന്ത് വരും? എ സോങ്. പിന്നെ നമ്മൾ നേരത്തെ ഇല്ല എന്ന് വിചാരിച്ചു, ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് കൂടെ അതിന്റെ കൂടെ ചേർക്കുക. എ സോങ് വിൽ ബി സങ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ബൈ someone. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ സിമ്പിൾ ഫ്യൂച്ചറിന്റെ 1-2 കൂടി നമുക്ക് അടുത്ത ദിവസം വരെ നമുക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളത് കൂടി ചെയ്യാം. എളുപ്പമുള്ളതെന്ന് ആദ്യം പറയുന്നത് അതൊന്ന് നിങ്ങൾക്കൊന്ന് ഹൃദയസ്ഥമായിട്ട് ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. സോ ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാനൊക്കെ പറയുമ്പോൾ പറയാണ്ട് അതിനോട് നല്ലൊരു മനസ്സ് കാണിക്കുക. ആ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം. ഓക്കെ ഓക്കെ നിഷ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ.